ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് മ്യൂസിക് ജ്യൂസ് അജിമാർ, ഇതെൻ്റെ ഭാര്യ ഐശ്വര്യ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ്. ഉറങ്ങരുത് ചിരിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ആ പിറകിൽ കാണുന്ന ഹോട്ടൽ എന്തോന്ന് ഹോട്ടൽ ബ്ലൂ സീയിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം. ഓക്കെ, ഞാനത് കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെയെങ്കിലും നല്ല ഫുഡ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. നല്ലൊരു ഷോപ്പിൽ വേണ്ടേ കയറാൻ. അതാണ് ഫുഡ് അന്വേഷിച്ചതെന്ന് പറഞ്ഞത്. അല്ല എന്തോന്ന് അതെ. നമ്മളങ്ങനെ കന്യാകുമാരിക്ക് അടുത്തുള്ള ഒരു ഹോട്ടലിൽ വന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. അല്ലേ, ഫുഡ് വരുമ്പോൾ കഴിക്കാവേ. അപ്പോൾ ഫുഡ് വന്നിരിക്കുകയാണ്. നമ്മൾ മസാല ദോശ കഴിക്കാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ ഉരുളെല്ലാം ഞാൻ തന്നെയാണ് വാരി കൊടുക്കുന്നത്. എൻ്റെ പൊന്നു മക്കൾക്ക് ഞാൻ വാരി കൊടുക്കും ഫുഡല്ലേ. അതെ, ഉരുട്ടി അപ്പം നമുക്ക് ഉരുട്ടി തരട്ടാ. അച്ഛനാ ഞാനാ മിക്കവാറും ആൾക്കാരെ കണ്ടിട്ട് അതായിരിക്കും പറഞ്ഞത്. അച്ഛനല്ല ഭർത്താവ്. തുറന്നു. അയ്യോ, അപ്പോൾ കയ്യിൽ വീണു. കഴുകാമേ. നമ്മൾ അമ്പലത്തിൽ കയറാനായിട്ട് പോവുകയാണ്. ചെരുപ്പ് നമ്മൾ കുറച്ച് മേളിൽ മാറി ചെരുപ്പ് ഊരി ഇട്ടിരിക്കുകയാണ്. അവിടെ ചെരുപ്പിന് പൈസ വെക്കാനായിട്ട് പൈസ കൊടുക്കുക ആണെങ്കിൽ അവിടെ സൂക്ഷിച്ച് വയ്ക്കുമല്ലേ. നമ്മൾ എന്തിനാ വെറുതെ എക്സ്പെൻസ് ചെയ്യുന്നത്? അല്ല, നമുക്ക് ആ പൈസ സേവ് ചെയ്തൂടെ? 2 ഐസ്ക്രീം കഴിക്കാം ആ പൈസക്ക്. എന്താ അല്ലേ? അതെ. അപ്പം നമ്മൾ അമ്പൂറ്റി കണ്ടിട്ട് വരാം. അമ്പൂറ്റി കാണാൻ പോവാം. അപ്പോൾ നാങ്ക അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നാച്ച് നമ്മൾ തൊഴുതു. അമ്പൂറ്റിയെ കണ്ടു അല്ലേ? അമ്പൂറ്റി കണ്ടില്ലേ? കണ്ടു. അമ്പലത്തിൽ തൊഴുതിറങ്ങി വന്നതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുത്തു. ആദ്യം ഇവർ 100 എന്നൊക്കെ പറയും. എന്നിട്ട് അവിടെ ചെന്ന് നമ്മൾ എല്ലായിടത്ത് കഴിയുമ്പോഴത്തേനും മാറും. അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ വരിക. നമ്മളങ്ങനെ കന്യാകുമാരി ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ കുളിക്കാന്നുള്ളൊരു രീതിയിലാണ് വന്നത്. അപ്പോഴത്തേനും നല്ല മുട്ടം വെയിൽ ഉച്ചം തലയിലടിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അത്? ഉച്ചം വെയിൽ ഉച്ചം തലയിലടിച്ചിരിക്കുകയാണ്. ഉച്ചം വെയിൽ ഉച്ചയിലടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് കുളിക്കാം, അതാണ് നല്ലത്. നമ്മളിവിടെ നിന്ന് കാശികളെ കണ്ടിങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ബേക്കിൽ കിടന്നൊരു സ്ത്രീയില്ലേ ഇവിടെ കന്യാകുമാരിയിൽ നോക്കുന്നത്, ആ പോകുന്ന ആ ഐറ്റം ചുമ്മാ ഇരുന്ന് വിസിലടിച്ചേട്ടാ. നമ്മൾ വിചാരിച്ച് അവിടെ വല്ല പാറയിലോ വല്ലയിടത്തോ വന്നിട്ട് എന്തെങ്കിലും കയറി ആരെങ്കിലും പോയോ എല്ലാം ചെയ്തിട്ടാണെന്ന്. നമ്മളിങ്ങനെ നിൽക്കുകയാണേ. എന്നിട്ട് വിസിലടിച്ച് ഞാൻ ചോദിച്ചു എന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ കുറേ നേരം എങ്കിൽ നിൽക്കറേവേ, അതിനാല് വിസിലടിച്ചെന്ന്. അത് നിന്നൂടെ? ഇതൊക്കെ ഏത് ലോകം ഇവിടെ? നമുക്ക് എത്ര ധൈര്യമുണ്ട് നമ്മളടുത്ത് പറയാൻ? അത് നിന്റെ അടുത്ത് അല്ലേ? നിന്നെ അങ്ങനെ പറയാൻ കൊള്ളാവോ? പോട്ടെ, ഉപ്പുള്ളൂല്ലേ, കുഴപ്പമില്ല. പറ, നിന്റെ ഇങ്ങനെ പറയാൻ കൊള്ളാവോ? അല്ലേ? എത്ര ധൈര്യം ഉണ്ട് ഇങ്ങനെ പറയാൻ? നടന്ന് തളർന്നതിന് ശേഷം ഐസ്ക്രീം കുടിക്കുകയാണ്. കുച്ചിന് ഐസ്ക്രീം കുച്ചിനാ. ഞാൻ സൺഡേ മക്കളേത് ഏത് കോണ് ചോക്ലേറ്റ് കോൺ ചോക്ലേറ്റ്. കൊള്ളാം അല്ലേ? എടുത്ത് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട സൂര്യപ്രകാശമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഒന്നുകൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് റൂമിലെത്തിയിട്ട് വെയിലൊക്കെ തണുത്തിട്ട് കുളിക്കാൻ വേണ്ടി കടലിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ കാപ്പി കുടിക്കാൻ വന്ന കടയിലാണ് വന്നിരിക്കുന്നത്. ആ അതെ, ബൂസ്റ്റും ചായ. ടൊമാറ്റോ സോസ് ഉണ്ടോ? ടൊമാറ്റോ സോസ്. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ അല്ലേ സംഭവം, ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചമ്മന്തി കൊണ്ട് കേട്ടോ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല. അങ്ങനെയുണ്ട്. എക്സ്പ്രഷൻ ഇടണം. കൊള്ളൂല്ലെങ്കിൽ ഇങ്ങനെ വരണം. വൈകിട്ട് അങ്ങനെയല്ല, അങ്ങനെ ഇത് വന്നില്ല. നമ്മൾ ചായ കുടിച്ച് പുറത്തിറങ്ങി നമ്മളിനി ബീച്ച് പക്കം പോറേം. ബീച്ചിൽ என்ன இருக்கு பீச்சில்? வெள்ளம் தண்ணி இருக்கு நிறைய. கடல் தண்ணி வெள்ளத்தண்ணி இருக்கு. வெள்ளத்தண்ணி அங்கே தான் நம்ம போகிறேன். போயிட்டு என்ன பண்ண போகிறேன்? போயிட்டு குளிக்க போகிறேன். இப்போ அங்கே போகலாம். திரை ரொம்ப ஜாஸ்தியாக இருக்குல்ல? பெரிய திரை. ரொம்ப பெரிய திரை. இது வழி ரொம்ப பெரிய திரை எல்லாம் இருக்கு. நாம இங்க குளிக்க போறேன். நான் ஷர்ட் எல்லாம் ஊறி வச்சுட்டேன். இல்ல? ஆமா 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 அதே ஆமா இங்க மாத்தி ஆமா ஆமா எஸ் எஸ் ஆமா 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 நம்ம குளிக்க போறேன் இல்ல? அதே ஆமா ஆமா ஆமா. ഹായ്, ഹലോ, ഒരു ഹായ് പറയോ? നമ്മളിവിടെ കുളിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേനും നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളൊരു ചേട്ടൻ, നാഗർകോവിലുള്ളൊരു ചേട്ടൻ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തു വന്നു. നമ്മൾ സംസാരിച്ചു, ഫോട്ടോ കൊടുത്തു. അവരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. വളരെയധികം സന്തോഷം കണ്ടതിൽ അല്ലേ? അതെ അതെ അതെ, നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു തന്നു. താങ്ക് യു. നമുക്ക് കുളിക്കാൻ പോവാം. ഒന്നുകൂടെ വെൽക്കം പറയണോ? അതെ അതെ അതെ, അപ്പം ഒന്നുകൂടെ കുളിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുളിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. സമയം ഇപ്പം 6:30 ഏകദേശം 5 മണിയായ സമയത്താണ് നമ്മളിവിടെ കുളിക്കാനായിട്ട് വന്നത്. തണുത്ത് മരവിച്ചൊരു പരുവായി. നീ കുളിരുന്നില്ലേ? തണുക്കുന്നില്ല? ഞാൻ തണുത്തൊരു പരുവായി. അയ്യോ, കുറച്ചു നേരം കൂടെ നിന്ന് കുളിച്ചിട്ട് നമ്മൾ കരയ്ക്ക് കയറാനാണ് പ്ലാൻ. പിന്നെ ഇവിടെ കിടക്കണം 7. ഇപ്പോഴേ തണുത്തത് വിറച്ചുകൊണ്ടാണ് ഇതെടുക്കണ. കുറച്ചുകൂടെ നമ്മളൊന്ന് കുളിച്ചിട്ട് കരയ്ക്ക് പോവാം. അപ്പോഴത്തേന് എൻ്റെ അടുത്ത് തീരുമാനം. ശങ്കുവില്ലൊരു മണ്ണാങ്കട്ടയില്ല. ഞാൻ കടലിൽ നിന്ന് കുളിച്ച് കരയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം 2.25 മണിക്കൂർ നമ്മൾ കടലിൽ നിന്ന് കുളിച്ചു. അങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട? അപ്പോൾ വന്നിട്ട് അതേ ഒന്ന് ഞാൻ വന്ന ഉടനെ ഒരു ചായ കുടിച്ച് പിന്നെ നമ്മൾ മസാൽപൂരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മസാൽപൂരി. അതെ 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 അതെ, ഓക്കെ. ആമാ 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 ആമാ, നല്ല അല്ലേ? ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് പറ്റും അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? ആമേ കടൽക്കരയിൽ ഉറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉറങ്ങും കുറച്ച് കഴിയുമ്പോൾ. നമ്മൾ എന്തായാലും കടലിലൊക്കെ കുളിച്ച് നിൽക്കിയില്ലേ? അപ്പോൾ പിന്നെ നമുക്ക് വിചാരിച്ചു ഒന്നുകൂടെ അമ്പലത്തിൽ കയറി തൊഴാന്ന് അല്ലേ? സമയമുണ്ട്. അതെ അതെ അതെ, നട അടച്ചിട്ടുമില്ല. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതിട്ട് വരാം. നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പുറത്തിറങ്ങി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്.
24 മണിക്കൂർ ഫുഡ് ഫുഡ് ഫുഡ്. പിന്നെ ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് 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 കഴിക്കണം. നമ്മൾ ജീവിക്കണ എന്തിനാണ്? തിന്നാൻ വേണ്ടിട്ട്. അതാണ് തിന്നുന്നതിന്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതാണ് ജീവിതം, മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ അടുത്ത് ഫുഡ് കഴിക്കാൻ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പോവാം. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് അലിഞ്ഞു തിരിഞ്ഞ് ബാക്കി കടയിലൊക്കെ പോയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, തൃപ്തികരമല്ല എനിക്ക് എന്തോ. അപ്പൊ എന്തായാലും നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിച്ചെടുത്തുനിന്ന് തന്നെ നമുക്ക് ഇപ്പോഴും പോയി തന്നെ ഫുഡ് കഴിക്കാം അല്ലേ? അതെ 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 വെറുതെ അമ്മ അമ്മ അമ്മ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കടയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്ലെയിൻ ദോശയാണ് പറഞ്ഞത്, വൈകുന്നേരം ആയതുകൊണ്ട് അത് അങ്ങനെ എടുത്ത് വെള്ളച്ചാമ്പത്തിൽ ഇങ്ങനെ മുക്കി ഇങ്ങനെ എടുത്തിട്ട് തുറ കൊള്ളാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ പറയണം കൊള്ളാം, കാണിക്കത് എങ്ങനെ ഇഷ്ടമുണ്ടോ? കൊള്ളാം കേട്ടോ. നമ്മുടെ ബേക്കിൽ കാണുന്ന ഈ ഹോട്ടലാണ് ഹോട്ടൽ ഗുണ. ഹോട്ടൽ ഗുണയെന്നാണ് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ചത്. വെജാണ് നമ്മൾ കൂടുതലും ഇവിടെ നിന്ന് കഴിച്ചത്. നോൺ വെജ് കഴിച്ച് മുമ്പ് പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നോൺ വെജിലോട്ട് തിരിഞ്ഞില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ വെജ് ആശ്രയിച്ചു അല്ലേ? അതെ. തൃപ്തിയല്ലേ അതിൽ? സന്തോഷവതിയല്ലേ അതിൽ? ആണോ? എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? സന്തോഷവദനാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ട് അത്. അതെ അതെ. അങ്ങനെ നമ്മൾ ആ പാർക്കിലോട്ട് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, എന്തെന്ന്? സുനാമി മെമ്മോറിയൽ പാർക്ക്. അതെ അതെ അതെ, സുനാമി മെമ്മോറിയൽ പാർക്ക്. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തെന്ന്? അതാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ 2 അരയഞ്ഞങ്ങൾ തലപൊക്കി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. തല പൊക്കിയിട്ട് ഒന്ന് താത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. കുട്ടികൾ അവിടെ ഊഞ്ഞാൽ ആടുന്നുണ്ട്. വൃദ്ധരും വയോധികരും മുതിർന്നവരും കുട്ടികളും എല്ലാം ഇവിടെ ആടിപ്പാടി ഉല്ലസിക്കുന്നുണ്ട് അല്ലേ? അവിടെ ഇരിക്കാം. ആരാ അത്? ആര്? അങ്ങനെ ആരാ? ആര്? ഷിബു. അതാര്? നമ്മള് സോറി, വി ആർ ഡിഫറെന്റ് ഇൻ ദ മോർണിംഗ് ഷിഫ്റ്റ് ഓഫ് ദ പീപ്പിൾസ്. ആരോ നടന്നു നമ്മൾ എന്തൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞ നമ്മൾ ഒരു സംഭവം എന്ന് വിചാരിക്കട്ടല്ലേ? അതെ 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 അതെ. ബുദ്ധിമാനാണ് ചേട്ടൻ. ചേട്ടൻ ജീനിയസ് അല്ലേ? സയന്റിസ്റ്റ്. ന്യൂട്ടൺ കഴിഞ്ഞ അടുത്ത സയന്റിസ്റ്റ് ആണ്. ന്യൂട്ടൺ കഴിഞ്ഞ ന്യൂട്ടനേക്കാൾ സയന്റിസ്റ്റ് ആണ്. അതെ. ഷിബു കർണ അവര് അണച്ചോളഞ്ഞ ഷിബു പിപി. അപ്പൊ നമുക്ക് നാളെ രാവിലെ കാണാം. അയ്യോ സോറി, നീ ബൈ പറഞ്ഞില്ലല്ലോ. ബൈ പറ. ബൈ. വൈൻഡപ്പല്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ പറഞ്ഞു. ഓക്കെ ബൈ പറ. മൂക്കിലിടിക്കണ്ട. വൈൻഡപ്പ് ചെയ്യണം, അങ്ങനെയല്ല. കൈ പൊക്ക്. കൈ ഇങ്ങനെ ഹായ് പറയുന്ന ആക്ക്. ആക്കിയാ കൊണ്ടു. ഓക്കെ. அப்படி லாஸ்ட் டே வந்தாச்சு. நம்ம போக போற டே வந்தாச்சு. சன்ரைஸ் കാണാനായിട്ട് നമ്മൾ പോവാണ്. അർദൽ തക്കതാൻ ബദക്തി സാന ബദക്തി സാന ബദക്തി അദിൽ കർ ബന്ദർ ബന്ദർ. അപ്പൊ ഗൈസ് നമ്മൾ സൺറൈസ് കണ്ടു. അങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നല്ലേ? അതെ അതെ. ആദ്യമായിട്ടാണോ സൺറൈസ് കാണുന്നത്? നേരത്തെ എണീക്കൂ? എപ്പോ? നേരത്തെ 11 മണി എന്നാണ് നേരത്തെ ചെയ്തത്. 5 മണിക്ക്. 5 മണിക്കാ? 5 മണിക്ക് എണീച്ചിട്ട് പിന്നെ കിടന്നുറങ്ങുമോ? ചിലവരൊക്കെ 12 മണിക്കൊക്കെ എണീക്കുന്നു. 12 മണിക്ക് ആരെണിച്ച്? ചിലവര് 11 മണിക്ക് 9 മണിക്ക് 9. അതിനാ 11 മണിക്ക് 9 മണിക്ക് ഒക്കെ ആരെണിച്ച്? ചിലവര്. അതെ 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 അതെ. സൺറൈസ് ഒക്കെ നമ്മൾ എന്നും കാണും. നമ്മൾ രാവിലെ എണീക്കും. അതെ, നമ്മൾ രാവിലെ എണീക്കും അല്ലേ? 5 മണിക്ക് എണീക്കും, എന്നിട്ട് മുള്ളിട്ട് കിടന്നുറങ്ങും. അതെ അതെ അതെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കന്യാകുമാരിയിലാണ് വന്നത്. ഇവിടുത്തെ
കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങൾ കണ്ടത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ടൈമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നൊരു കിഡ്സ് ബി സിജു സജിമാർ ആൻഡ് ഐശ്വര്യ സൈനിങ് ഓഫ്. ടാറ്റ പറ. ബൈ ബൈ. സീ യു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പം ഈ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ പോയി.